അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വിഷയങ്ങളും നാം മനസ്സിലാക്കിയതുപോലെ ആയിക്കൊള്ളണമെന്നില്ല കാര്യങ്ങൾ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വേദന കൊണ്ട് പൊളയുമ്പോൾ ക്യാൻസർ രോഗമോ മറ്റോ അയാൾക്ക് ബാധിച്ചതിൻ്റെ പേരിലാണ് അസഹ്യമായ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹം പ്രയാസപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഗുളിക കൊടുക്കും, മരുന്ന് കൊടുക്കും. എന്തിനാണ് ഗുളിക? വേദന നിലക്കാൻ, വേദന സംഹാരി. അദ്ദേഹത്തിൻ്റെ പെയിൻ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഗുളിക കൊടുക്കുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റും ഉണ്ടാവാം. ഒരു ഗർഭിണി പ്രസവിക്കേണ്ട ഡേറ്റായി, പ്രസവം വൈകുമ്പോൾ ഡോക്ടർ ഗുളിക കൊടുക്കും, മരുന്ന് കൊടുക്കും. എന്തിനാ ഇപ്പോൾ ഗുളിക കൊടുത്തത്? വേദന വരാൻ. ആദ്യത്തെ ആൾക്ക് ഗുളിക കൊടുത്ത് എന്തിനാ? വേദന ഇല്ലാതിരിക്കാൻ, വേദന പോവാൻ. രണ്ടാമത്തെ ആൾക്ക് ഗുളിക കൊടുത്ത് വേദന വരാൻ. ഈ വേദന മരണത്തിന് തുല്യമായ, ഏതാണ്ട് സമാനമായ, അടുത്തെത്തുന്ന വേദനയാണെന്നൊക്കെ അറിയാം. പക്ഷേ എന്നിട്ടും ഗുളിക കൊടുക്കുന്നത്, മരുന്ന് വെക്കുന്നത് വേദന വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് വിഷയവും നാം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ടാകും. നാം മനസ്സിലാക്കിയത് പോലെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു കുട്ടി, ആ കുട്ടിക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വരുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടിയെ പീഡിപ്പിക്കലാണ്, വേദനിപ്പിക്കലാണ്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നമുക്ക് ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, അസുഖങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ നാം വല്ലാതെ വിഷമിക്കും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സംഭവം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപ്രകാരം ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടുപേരുടെയും ആ സംഭവത്തിൽ ഒരു കുഞ്ഞിനെ വധിക്കുന്ന സംഭവമുണ്ട്. ഒരു കുഞ്ഞിനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. പക്ഷേ മൂസാ നബി ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങളെന്തായി കാണിക്കുന്നത്? ഒരു കുരുന്ന്, ഒരു പിഞ്ചു കുട്ടി, ആ കുട്ടിയെ നിങ്ങൾ അകാരണമായി എന്തിനു വധിച്ചു? അതേപോലെ വെള്ളം ചോദിച്ചിട്ട് തരാത്ത, സൽക്കരിക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവരുടെ ഒരു മതിൽ തകർന്നടിയുമ്പോൾ മഹാനവറുകൾ അത് പണിത് കൊടുക്കുന്നുണ്ട്. അതും ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മളെ മൈൻഡ് ചെയ്യാതെ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ, നമുക്കൊരു ഗ്ലാസ് പച്ചവെള്ളം പോലും തരാത്ത ഇവർക്ക് നിങ്ങളെന്തിനിങ്ങനെ സഹായിക്കണം? അവരെ മതിൽ എന്തിന് കെട്ടിക്കൊടുക്കണം? അതേപോലെ ടിക്കറ്റ് പോലും വാങ്ങിക്കാതെ കപ്പലിൽ കയറ്റി, ആ കപ്പലിൽ അതിന് ഓൾസ് വരുത്തി, ദ്വാരമുണ്ടാക്കി, കേടുപാട് വരുത്തി ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് കണ്ടപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യം ചെയ്യുന്നുണ്ട്, നമുക്ക് കാശ് പോലുമില്ലാതെ ഇതിൽ കയറാൻ അനുമതി നൽകിയ, നമ്മളെ ഫ്രീ ആയി യാത്ര ചെയ്യാൻ സമ്മതിച്ച ഇവരോട് കാണിക്കേണ്ടതായിരുന്നില്ലല്ലോ ഇത്. വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം പിന്നീട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാക്കിയത്. കുട്ടിയെ വധിക്കാൻ കാരണം ആ കുട്ടി പാരൻസിന് തലവേദനയാകും. അതുകൊണ്ട് തന്നെ തിരിഞ്ഞുകുത്തും. അതേപോലെ മതിൽ കെട്ടിക്കൊടുക്കാനുള്ള കാരണം അതിൻ്റെ അടിഭാഗത്ത് യതീമക്കളുടെ ധനമുണ്ട്. അത് അവരുടെ കയ്യിൽ തന്നെ എത്തണം. അതിന് കുറച്ച് കാലതാമസമുണ്ട്. അതുവരേക്കും അതവിടെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അതേപോലെ കപ്പൽ പൊളിക്കാനുള്ള കാരണം, നല്ല കപ്പലൊക്കെയും പിടിച്ചെടുക്കാൻ ഒരു രാജാവ് വഴിമധ്യേ കാത്തിരിക്കുന്നുണ്ട്. കേടുപാടുള്ള കപ്പലാണെങ്കിൽ അദ്ദേഹം ഒഴിവാക്കി വിടും. അതുകൊണ്ടാണ്. അപ്പോൾ വിഷയം പഠിച്ചപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. ഇങ്ങനെ ഏതൊരു വിഷയവും നാം കാണുന്ന
കാഴ്ച അല്ല, നാം വായിക്കുന്ന വായനയല്ല ആ വിഷയം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു അവയർനെസ് നമുക്കുണ്ടാവണം. ലാ യുസീബുൽ മുസ്ലിമീൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ, ഒരു വിഷമോ പ്രയാസമോ ബുദ്ധിമുട്ടോ അസുഖമോ ഒന്നും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വരൂല, സംഭവിക്കൂല. അത്തശോക്കത്തെ യുഷാക്കുഹ, ഒരു മുള്ളു പോലും അവനെ തറക്കൂല. ഇല്ല കഫറല്ലാഹു, അത് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹതായ പാവങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ. പാപങ്ങൾ പൊറുക്കാനുള്ള നിമിത്തമാണ് അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ 1 by 1 ആയിട്ട് നമ്മെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിൽ മറ്റെന്തു ക്ലേശം സാരമില്ല നിന്നിൽ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെയാക്കാൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലം, ബെനിഫിറ്റ് സ്വർഗമാണ്. പാവം പുറത്താൽ പിന്നെ അവന് സ്വർഗം കിട്ടുമല്ലോ. ആ ഒരു തിരിച്ചറിവ്, ഒരു അവയർനെസ് നമുക്കുണ്ടാവണം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ഭാഗപ്പെട്ടാൽ പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണെന്നുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടാകുമ്പോൾ എല്ലാം നാം ക്ഷമിക്കുകയും സ്വർഗം നേടുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും. അള്ളാഹു ക്ഷമാശീലരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.